ഹലോ, ഫ്യൂച്ചർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യം നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിലൂടെ എന്തെങ്കിലും ഒരു അറിവ് ലഭിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഞങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സപ്പോർട്ടും തുടർന്നും ഈ ചാനലിൽ നിന്നുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനും കൂടുതൽ അറിവുകൾ കിട്ടുന്നതിനും അത് വളരെ ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. പലപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തതിന് ശേഷം സർവീസ് കിട്ടാതെ വരുന്ന അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഇതിന് കാരണം? നിങ്ങൾ തിരഞ്ഞെടുത്ത ഏജന്റിന്റെ കുഴപ്പമാണോ, അല്ല നിങ്ങൾ തിരഞ്ഞെടുത്ത ഇൻഷുറൻസ് കമ്പനിയുടെ അല്ലെങ്കിൽ പോളിസിയുടെ കുഴപ്പമാണോ എന്നുള്ളത് പലർക്കും പലപ്പോഴും സംശയമായിരിക്കും. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ പോളിസി ഡോക്യുമെന്റിൽ അല്ലെങ്കിൽ നിങ്ങൾ പോളിസി എടുക്കുന്ന സമയത്ത് വരുത്തി വെക്കുന്ന ചില പ്രശ്നങ്ങൾ കാരണം, ചില തെറ്റുകൾ കാരണം നിങ്ങൾക്ക് പലപ്പോഴും സർവീസുകൾ ലഭിക്കാതെ പോകാറുണ്ട്. ഇത്തരം കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ ചെറിയ ചെറിയ തെറ്റുകൾ നമ്മൾ വരുത്താതിരിക്കാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പോളിസിയിലൂടെ കിട്ടേണ്ട സർവീസുകൾ കൃത്യമായി കിട്ടുകയും അതുവഴി നമ്മളുടെ ക്ലെയിമുകൾ വളരെ എളുപ്പത്തിൽ കിട്ടാൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഏറ്റവും മോശപ്പെട്ട ഒരു സമയത്തായിരിക്കും നമ്മളുടെ പോളിസി ഉപയോഗപ്പെടുത്തുന്നത്. അതായത് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്കോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ നമ്മുടെ കുടുംബത്തിലുള്ളവർക്കോ എന്തെങ്കിലും ഒരു അപകടമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം മൂലം ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ട അവസ്ഥയോ വരുമ്പോഴാണ് നമുക്കൊരു ഇൻഷുറൻസിന്റെ ആവശ്യം അത് ഉപയോഗപ്പെടുത്തുന്നത്. ആ സാഹചര്യത്തിലുള്ള നമ്മളുടെ മാനസികാവസ്ഥ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇൻഷുറൻസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് തവണ ഒരാളെ വിളിക്കാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി പല ഓഫീസുകൾ കയറി ഇറങ്ങാനോ ഒന്നുമുള്ളൊരു മാനസികാവസ്ഥയിലായിരിക്കില്ല നമ്മൾ. അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ ഏറ്റവും മികച്ച സർവീസ് കിട്ടുക എന്നുള്ളത് നമ്മളുടെ വളരെ വലിയൊരു ആവശ്യമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പോളിസി തിരഞ്ഞെടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കുക. ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നിങ്ങൾ ഓൺലൈൻ വഴി എടുത്ത പോളിസികൾ. അതായത് ഏതെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി, ഞാൻ പ്രത്യേകിച്ച് പേരുകൾ എടുത്തു പറയാൻ ശ്രമിക്കുന്നില്ല, എങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി തേർഡ് പാർട്ടി വഴിയാണ് നിങ്ങൾ ഇൻഷുറൻസ് എടുത്തത് എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സർവീസ് പലപ്പോഴും നിങ്ങൾക്ക് കറക്റ്റ് കമ്പനിയിൽ നിന്നും കിട്ടാറില്ല. മറിച്ച് നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോം വഴിയാണോ എടുത്തത് അവരുമായിട്ട് മാത്രമായിരിക്കും നിങ്ങൾക്ക് പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ. ഇനി നിങ്ങൾക്ക് ഈ പോളിസിയുടെ പേരിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട പോളിസി കമ്പനിയുടെ ഓഫീസിലേക്ക് ചെന്നാൽ നിങ്ങൾക്ക് അവിടെ സർവീസ് എപ്പോഴും കിട്ടില്ല. കാരണം അവർ അവിടുന്ന് പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഞങ്ങൾ വഴി എടുത്ത പോളിസി അല്ല, ഞങ്ങളുടെ കമ്പനിയുടെ പോളിസിയാണ്. പക്ഷെ ഈ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഈ ഓഫീസ് മുഖേനയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസിന്റെ കീഴിലുള്ള ഏജന്റ് മുഖേനയോ എടുക്കുന്നവർക്ക് വേണ്ടി മാത്രം സർവീസ് തരാനാണ് ഞങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ആരാണോ ഈ പോളിസി തന്നത് അവർ വഴി നിങ്ങൾ സർവീസ് വാങ്ങിച്ചെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കമ്പനിയുടെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് സംസാരിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും എടുക്കുന്ന പോളിസികളുടെ സർവീസുകളുടെ കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമത്തതാണ് ബാങ്ക് വഴി എടുക്കുന്ന പോളിസി. അവിടുത്തെ സെയിം അനുഭവം തന്നെ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ഒരു ഓഫീസിലേക്ക്, അതായത് കമ്പനിയുടെ ഓഫീസിലേക്ക് പോയാൽ സർവീസ് ലഭിക്കുന്നതല്ല. നിങ്ങൾക്ക് ഏത് ബാങ്കാണോ തന്നത് അവിടെയുള്ള കസ്റ്റമർ കെയറുമായിട്ടോ അല്ലെങ്കിൽ കമ്പനിയുടെ ഡയറക്റ്റ് ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചോ നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. മൂന്നാമത്തതാണ് പോസ്റ്റ് ഓഫീസ് വഴി. അവിടെയും ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ക്ലെയിം സംബന്ധമായ സർവീസുകൾ ലഭിക്കില്ല. പകരം നിങ്ങൾ ഡയറക്റ്റ് കമ്പനിയുമായി ടോൾ ഫ്രീ നമ്പറിൽ തന്നെ വിളിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ലോൺ എടുക്കുന്ന സമയത്തോ എന്തെങ്കിലും ഫിനാൻസ് ലോൺ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനോടൊപ്പം തന്നെ ഒരു ആക്സിഡന്റൽ പോളിസിയോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസോ നിങ്ങൾക്ക് അതിന്റെ കൂടെ തരാറുണ്ട്. വളരെ ചെറിയ തുകയ്ക്കുള്ള പോളിസികൾ തരാറുണ്ട്. ഇത്തരം പോളിസികൾ എടുക്കുമ്പോഴും നിങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ, സർവീസ് ലഭിക്കണമെങ്കിൽ ഡയറക്റ്റ് കമ്പനിയുടെ ടോൾ ഫ്രീ നമ്പറിൽ തന്നെ വിളിക്കണം. അപ്പം എന്താണ് ഇവിടുത്തെ ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ, നിങ്ങൾ ഇത്തരത്തിൽ ടോൾ ഫ്രീ നമ്പറിൽ കമ്പനിയുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് പലപ്പോഴും ഒരു മലയാളിയെ കിട്ടണമെന്നില്ല, മറ്റ് ഭാഷയിലുള്ളവരായിരിക്കാം. നിങ്ങൾ അവരോട് ചിലപ്പോൾ അറിയാവുന്ന ഭാഷയാണെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കും, ഇല്ലെങ്കിൽ ഒരു മലയാളി ഏജന്റിനെ കോൺടാക്ട് ചെയ്ത് തരാൻ പറയും. ചിലപ്പോൾ 1-2 ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു മലയാളിയെ കിട്ടും. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ അവരോട് അറിയിക്കും. വീണ്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിക്കേണ്ടി വന്നാൽ ഇതേ പ്രൊസീജിയർ തന്നെ വീണ്ടും പിന്തുടരേണ്ടി വരും. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ആശുപത്രിയിൽ നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കയ്യിൽ നിന്ന് ക്യാഷ് പോയിട്ട് നിങ്ങൾ വീണ്ടും റീഇംബേഴ്സ്മെന്റ് ചെയ്യാൻ നിൽക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും.
അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഒരു ഏജന്റ് മുഖേന തന്നെ എടുക്കാൻ ശ്രമിക്കേണ്ടതാണ്. പിന്നെ പലർക്കും അറിയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എങ്ങനെയാണ് പോളിസി എടുത്തതെന്ന് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. പലപ്പോഴും ഒരു വീട്ടിൽ ഒരാൾ വന്നു എന്നതുകൊണ്ട് മാത്രം അതൊരു ഏജന്റ് ത്രൂ ആകണമെന്നില്ല. നിങ്ങൾ കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ പോളിസി ഡോക്യുമെന്റ് പരിശോധിക്കണം. പോളിസി ഡോക്യുമെന്റിൽ ഒരു ഏജന്റിന്റെ നെയിം അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറ്ററി കോഡ്, ഇന്റർമീഡിയറ്ററി നെയിം എന്നൊക്കെ പറഞ്ഞൊരു കോളം കാണും. ഞാനത് പോളിസിയിൽ എങ്ങനെയാണ് മെൻഷൻ ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് സ്ക്രീനിൽ കാണിക്കാം. അപ്പം അതൊന്ന് ചെക്ക് ചെയ്യുക. അപ്പം അതിന്റെ ആദ്യത്തെ കോളത്തിൽ നിങ്ങൾക്കൊരു ഏജന്റിന്റെ പേരില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഒരു വ്യക്തിയുടെ പേര് ഇല്ല എന്നുണ്ടെങ്കിൽ ആ പോളിസി ഒരിക്കലും ഒരു ഏജന്റ് ത്രൂ ആയിരിക്കത്തില്ല, മറിച്ച് ഒരു തേർഡ് പാർട്ടി വഴി എടുത്ത പോളിസി ആയിരിക്കും. അവിടെ ഏത് ഓൺലൈൻ കമ്പനിയാണോ, അല്ലെങ്കിൽ ബാങ്ക് ആണെങ്കിൽ ബാങ്കിന്റെ പേര്, പോസ്റ്റ് ഓഫീസ് ആണെങ്കിൽ പോസ്റ്റ് ഓഫീസ്, അതായിരിക്കും മെൻഷൻ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ കോളത്തിൽ ഒരു കോഡ് കാണും, അത് എങ്ങനെയാണ് എടുത്തത് അവരുടെ കോഡായിരിക്കും. മൂന്നാമത്തെ കോളത്തിൽ നിങ്ങൾ ഇത്തരത്തിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയാണ് എടുത്തതെങ്കിൽ ഒരു ടോൾ ഫ്രീ നമ്പർ ആയിരിക്കും കൊടുക്കുന്നത്. മറിച്ച് ഒരു ഏജന്റ് ത്രൂ ആണ് എടുത്തതെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഏജന്റിന്റെ മൊബൈൽ നമ്പർ കാണും. അത് കൃത്യം നിങ്ങൾ എടുത്ത അതേ ഏജന്റിന്റെ പേര് തന്നെ ആകണമെന്നില്ല. ഒരു ചിലപ്പോൾ അവരുടെ സുഹൃത്തുക്കളുടെയോ റിലേറ്റീവ്സിന്റെ ഒക്കെ പേരിൽ അല്ലെങ്കിൽ അവരുടെ ഓഫീസിന്റെ മുഖേനയൊക്കെ ആയിരിക്കും ഒരു കോഡ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പേര് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം കാണും. നിങ്ങൾ ഇത്ര മാത്രം നോക്കുക, ഒരു വ്യക്തിയുടെ പേര് അവിടെ എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കുക. അതിനോടൊപ്പം ഒരു കോഡും ഒരു മൊബൈൽ നമ്പരും ഉണ്ടെങ്കിൽ ഓക്കെയാണ്, നിങ്ങളുടെ ഏജന്റ് ത്രൂ ആയിരിക്കും എടുത്തത്. മറിച്ച് അവിടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ പേരോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ പേരോ ഒരു ടോൾ ഫ്രീ നമ്പരോ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പോളിസി ഒരിക്കലും ഒരു ഏജന്റ് ത്രൂ അല്ല. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ ഇത്തരം സേവനങ്ങൾ നിങ്ങൾക്ക് കിട്ടാതെ പോകും. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പോളിസി ഡോക്യുമെന്റ് പരിശോധിക്കുക.